ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡി ബി സെലക്ട് ചെയ്യാറുണ്ട്. 3 ഫേസ് ഡി ബി സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽസാണ് നമ്മളിന്ന് വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വി ഗാർഡിൻ്റെ ഡി ബി 8 വേ ഡി ബി ആണ് നമ്മളിന്ന് സെലക്ട് ചെയ്യുന്നത്. അത് എടുക്കാൻ കാരണമുണ്ട്. അപ്പോൾ അത് കാരണങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് വി ഗാർഡിൻ്റെ 8 വേ ഡി ബി. 8 വേ ഡി ബി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ കറക്റ്റായിട്ട് പറയാം. പിന്നെ ഈ MRP ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ MRP ഉണ്ടോ, അതായത് 8 വേ ഡി ബി 61 ആംബിയറാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. MRP വന്നിരിക്കുന്നത് 13 സംതിങ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ വി ഗാർഡ് ഡി ബി പല ടൈപ്പ് ഡി ബികൾ വരുന്നുണ്ട്. 6 വേ ഡി ബി, 8 വേ ഡി ബി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏറ്റവും ആദ്യം സെലക്ട് ചെയ്യുന്ന കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ 3 ഫേസ് ഡി ബി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെലക്ടർ ഉള്ള ടൈപ്പ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ TPN ഡി ബി അത് സെലക്ടർ ഇല്ലാത്ത ടൈപ്പ് സെലക്ട് ചെയ്യാം. ഇത് ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സെലക്ടറാണ്, വേറെ ഒന്നുകൊണ്ടല്ല. നമുക്ക് 3 ഫേസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫേസ് കട്ടായി കഴിഞ്ഞാൽ ആ ഫേസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റിയിടാൻ വേണ്ടിയിട്ടാണ്. TPN ഡി ബി ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഫേസ് കട്ടായി കഴിഞ്ഞാൽ ആ സെക്ഷനിൽ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. TPN വേണമെങ്കിൽ TPN, ഇനി സെലക്ടർ ടൈപ്പ് ആണെങ്കിൽ സെലക്ടർ ടൈപ്പ്, ഇത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കണക്ഷൻ കൊടുത്തതിൻ്റെയൊക്കെ നോക്കി അറിയാൻ പറ്റും. അത്യാവശ്യം സ്പേസ് കാര്യങ്ങൾ ഡി ബിയിൽ വേണം, അല്ലെങ്കിൽ ഇൻഡക്ഷൻ കറണ്ട് ഇന്ന് വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന കാരണങ്ങളൊന്നാണ്. കാരണം LED കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. പണ്ടൊക്കെ നമുക്ക് ഫിലമെൻറ്റ് ബൾബുകളായതുകൊണ്ടും ഫ്ലോറസെൻ്റ് ട്യൂബുകളായതുകൊണ്ടും നമുക്ക് വലിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡി ബി ഒക്കെ വളരെ ശ്രദ്ധിക്കണം. വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് ടൈറ്റ് ചെയ്ത് ചെറിയ ഡി ബികളാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ ടൈറ്റ് ചെയ്ത് വയർ നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് ഇൻഡക്ഷൻ കറണ്ട് മസ്റ്റായിട്ടുണ്ടാവും. ഈ ഇൻഡക്ഷൻ കറണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല വീടുകളിലും നമുക്ക് കാണാൻ സാധിക്കും, സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും LED ബൾബുകൾ ചെറുതായിട്ട് ചെറിയൊരു ബ്രൈറ്റിൽ പ്രകാശിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊരു പരിധി വരെ ഡി ബിയുടെ ചെറിയ വലിപ്പക്കുറവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പിലൂടെ ഓവർ ടൈറ്റായിട്ട് ചെയ്ത് വയർ വലിക്കുന്നതാണ് ഇതിന് മെയിനായിട്ട് വരുന്ന കാരണങ്ങളിലൊന്ന്. പിന്നെ ഒരു 50% അല്ലെങ്കിൽ ഒരു 25% നമ്മൾ ഉപയോഗിക്കുന്ന ലോക്കൽ ക്വാളിറ്റിയുള്ള ബൾബുകളാണെങ്കിലും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡി ബി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളത് സെലക്ട് ചെയ്യുകയാണെന്ന് നല്ലതാണ്. കാരണം അത്യാവശ്യം വയറ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് വയറിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻഡക്ഷൻ കറണ്ട് വരാത്ത രീതിയിൽ ഓവർ ടൈറ്റ് അല്ലാത്ത രീതിയിൽ നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് കാര്യങ്ങൾ ഡി ബിയുടെ അകത്ത് നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ TPN ഉപയോഗിക്കുന്ന ഡി ബി ആണെങ്കിലും സെലക്ടർ ടൈപ്പ് ഡി ബി ആണെങ്കിലും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഡി ബി വലിപ്പമുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് കാര്യങ്ങൾ കുറയ്ക്കാം. അപ്പോൾ ഇൻഡക്ഷൻ എങ്ങനെ വരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ കാരണം ടൈറ്റായിട്ട് ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മൾ വയർ വലിക്കുന്ന സമയത്ത് ഒരു വയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അവിടെ ഫ്ലെക്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ ഫ്ലെക്സ് അടുത്ത വയറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫോമർ സിസ്റ്റം വർക്ക് ചെയ്യുന്ന പോലെ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ഒരു ഫ്ലെക്സ് വഴി ഒരു ചെറിയൊരു EMF പ്രൊഡ്യൂസ് ചെയ്യും, അടുത്ത വയറുകളിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു EMF, അതായത് ചെറിയ കറണ്ടാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ LED ലൈറ്റുകളിൽ പ്രകാശിക്കാനായിട്ട് കാരണമാകുന്നു. അപ്പോൾ ഈ പറഞ്ഞ ടൈറ്റ് വയറിങ് ഒഴിവാക്കിയാൽ തന്നെ ഏകദേശം ഒരു 90% ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഓരോ സെക്ഷൻ നമ്മൾ ഡി ബി വയർ ചെയ്ത സമയത്ത് നമ്മൾ എടുത്ത് ഡി ബി ചെയ്യുന്ന ഒരേ സെക്ഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ എർത്ത് വയർ, അങ്ങനെ സെക്ഷനായിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കും. അതായത് ഡി ബി ഡ്രിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം ഏത് വയർ ഉപയോഗിച്ച് ആദ്യമേ തന്നെ ക്ലിയർ ചെയ്ത് പോകണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.